എബ്രായർ 13:1-2. മൈക്കിൽ കൂടെ വായിച്ചാൽ നല്ലതായിരുന്നു. സഹോദരപ്രീതി നിലനിൽക്കട്ടെ. അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. ആമേൻ. സഹോദരപ്രീതി നിലനിർത്തണം, വളർത്തണം. അത് നിലനിൽക്കുകയില്ല, നിലനിർത്തിയാലേ നിൽക്കത്തുള്ളൂ. എന്നാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം അതൊക്കെ നിലനിന്നോളും. എന്നാൽ സഹോദരപ്രീതി അത് നമ്മളിൽ നിന്ന് വരേണ്ടതാണ്. അതുകൊണ്ട് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് തടസ്സങ്ങൾ വരും. കാരണം ഇങ്ങോട്ട് സ്നേഹിച്ചാലേ അങ്ങോട്ട് സ്നേഹിക്കുകയുള്ളൂ. അതാ മനുഷ്യൻ്റെ സ്വഭാവം. ഇങ്ങോട്ട് വാശിയാണേ അങ്ങോട്ട് വാശി. അതൊരു മനുഷ്യ സ്വഭാവമാണ്. എന്നാൽ യേശുവിൻ്റെ സ്വഭാവം അങ്ങനെ അല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ച് സഹോദരപ്രീതി നിലനിർത്തണം. മനസ്സിലായെങ്കിൽ, അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സഹോദരപ്രീതി നിലനിർത്തണം. അതിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. മുതലുമുടക്കില്ലാതെ ഒരു സ്നേഹവും പ്രാവർത്തികമാകത്തില്ല. ചിരിച്ചു കാണിച്ച സ്നേഹമാകത്തില്ല. പ്രവൃത്തിയിലൂടെയാണ് അത് വെളിപ്പെടുന്നത്. ദൈവം സ്നേഹം തന്നെ അത് വെളിപ്പെടുത്തിയത് ബേത്ലഹേമിലാണ്, അത് വെളിപ്പെടുത്തിയത് കാൽവറിയിലാണ്. അതുകൊണ്ട് സഹോദരപ്രീതി എങ്ങനെയൊക്കെ വെളിപ്പെടുത്താമോ അങ്ങനെയൊക്കെ വെളിപ്പെടുത്തണം. ഈ ആയുസ് പെട്ടെന്ന് തീർന്നു പോകും. അടുത്ത വാചകം പറയുന്നു, അതിഥി സൽക്കാരം. അതായത് നമ്മുടെ വീടിൻ്റെ ഡോറുകൾ മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നിടുക. ഒരു വിശ്വാസിയുടെ വീടും അവിടുത്തെ ഫുഡും അവന് തന്നെ തിന്നാനുള്ളതല്ല. മറ്റുള്ളവരെ വീട്ടിലേക്ക് വിളിച്ച് അഗാപ്പെ ഫെലോഷിപ്പ് നടത്തുന്ന ഒരു രീതി ഭൂമിയിൽ ആദ്യം തുടങ്ങിയത് ദൈവമക്കളാണ്. ഒരുമിച്ച് കൂടി മീറ്റിംഗ് വിത്ത് ഈറ്റിംഗ്. ഒരു ഫണ്ടോ ഒരു ട്രഷറോ ഇല്ലാത്ത കാലത്ത് യേശു പറഞ്ഞു, 5000 പേര് ഇവിടുന്ന് പട്ടിണിക്ക് പോകരുത്, അവർക്ക് ഫുഡ് കൊടുക്കണം. ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് സംഭവിച്ചു. നമ്മുടെയൊക്കെ വീടുകൾ അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് വർദ്ധിച്ചു വരട്ടെ. ഈ വചനം നമ്മൾ ധ്യാനിച്ചു വരവേ, ഈ വചനം, പ്രസംഗം, ക്ലാസ് അത് വേറെ, ദൂത് വേറെ. അതിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ചിന്തിക്കുന്ന ഒരു മെസ്സേജ്, ഒരു ദൂത് ദൈവം തന്നു. അത് ഇതാണ്: നിനക്ക് ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും നന്നായിട്ട് നീ ചെയ്താൽ നിനക്ക് ചെയ്യാൻ കഴിയാത്തത് ഏറ്റവും നന്നായിട്ട് ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന അതിഥിയെ വേണേ കഴിച്ചിട്ട് പോട്ടെന്നുള്ള രീതിയിൽ കൊടുക്കാതെ അടുക്കളയിൽ നിന്ന് സാറാമ്മ കൊച്ചമ്മ പിറുപിറുത്തില്ല. ഓ, വന്ന് കയറിയിരിക്കുന്നു, ഈ മനുഷ്യന് പിന്നെ വഴിയെ പോണവരെ മുഴുവൻ വിളിച്ച് തീറ്റി കൊടുക്കലാണ് പണി, ഞാനിവിടെ നടു ഒടിഞ്ഞു കിടക്കുക, ഇതൊന്നും പറഞ്ഞില്ല. വേഗം 3 അടങ്ങടി മാവെടുത്ത് കഴിക്കാൻ പറഞ്ഞു. അച്ചാർ റെഡി എന്ന് പറഞ്ഞത്, അപ്പം റെഡി, ബീഫ് ചാപ്സ് റെഡി. എന്നായിരുന്നു അത്? അതിനെക്കുറിച്ച് പറയുമ്പം കഴിക്കാൻ തോന്നും. കഴിച്ച് തീർന്നപ്പോൾ വന്നയാൾ മാറി. മനുഷ്യരാന്നോർത്താ കൊടുത്തേ. വന്നയാൾ പറയുക, അടുത്തയാണ്ടിൽ നിന്റെ ഭാര്യ ഒരു കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് ഇവിടെ നിൽക്കും. നീ ഇതുപോലത്തെ 1000 കാളയെ കൊന്നാൽ നിനക്കൊരു കുഞ്ഞിനെ കിട്ടുമോ? നീ ദൈവത്തിന് വേണ്ടി തുറന്ന മനസ്സോടെ ചെയ്താൽ നിനക്ക് ചെയ്യാൻ കഴിയാത്തത്
ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എനിക്ക് ഇന്ന് ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ഈ ആഴ്ച മുഴുവൻ ആ ദൂത് ധ്യാനിക്കുകയായിരുന്നു. അധ്യായം ഒടുവിലത്തെ പാരഗ്രാഫ് പെട്ടെന്ന് വായിക്കാം. പിന്നെ അവർ യാത്ര പോകുകയിൽ അവൻ ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട്. ശ്രദ്ധിക്കുക, വളരെ ശുശ്രൂഷ. ഒരു കാര്യം നന്നായി ചെയ്യണമെങ്കിൽ നല്ല ശ്രദ്ധ വേണം, നല്ല കഷ്ടപ്പാടുണ്ട്. ഉഴപ്പി ചെയ്യാൻ അത്രയും കുഴപ്പമില്ല. വളരെ ശുശ്രൂഷയാൽ എന്ന് പറഞ്ഞാൽ അവളുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ചതാണ് അവൾ അവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ തൂക്കിക്കൊണ്ട് കൊടുക്കാം, അതൊരു ട്രേക്കകത്ത് വെച്ച് കൊണ്ട് കൊടുക്കാം. ഒരു പഴമാണ് കൊടുക്കുന്നെങ്കിൽ ആ പഴം ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാം, ആ പഴം ഒരു പ്ലേറ്റിനകത്ത് വെച്ച് കൊടുക്കാം. ദ ബെസ്റ്റ്, നിനക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ലത് വേണം ചെയ്യാൻ. ദൈവം എല്ലാം കാണുന്നുണ്ട്. മാർത്ത വളരെ അധ്വാനിച്ചു. അവിടെ പിറുപിറുത്തു എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയരുത്. മാർത്ത ഹാർഡ് വർക്ക് ചെയ്തു. അവളുടെ ഉള്ളു പിടയുക. കാരണം ആരാ വീട്ടിൽ വന്നിരിക്കുന്നതെന്ന് അവക്കറിയാം. അതുകൊണ്ടാണ് മേരിയോട് പിണങ്ങിയത്. കാരണം ഇത് കുറെ കൂടെ ബെറ്റർ ആക്കണം, കുറച്ചുകൂടെ മനോഹരമാക്കണം. ആ സലാഡിന്റെ മുകളിലൊക്കെ ഒന്ന് അലങ്കരിക്കണം, ആ ഫിഷ് ഫ്രൈ ഒന്ന് അലങ്കരിച്ചു വെക്കണം. ദ ബെസ്റ്റ്, ഏറ്റവും നല്ലത് ചെയ്യണം. കാരണം ഇതിനേക്കാൾ വലിയൊരാൾ എൻ്റെ വീട്ടിൽ വരാനില്ല. ദൈവമക്കളായതിനേക്കാൾ വലിയൊരു പദവി എന്നാ ഉള്ളത്? ദൈവമക്കളെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ വലിയ ഭാഗ്യം എന്നാ ഉള്ളത്? ദൈവദാസന്മാരെ ആദരിക്കുന്നതിനേക്കാൾ വലിയ കാര്യം എന്നാ ഭൂമിയിലുള്ളത്? ഒരു ദൈവവൈതലിനെ ബഹുമാനിക്കുന്നതിനേക്കാൾ വലിയ കാര്യം എന്നാ ഭൂമിയിലുള്ളത്? മാർത്തേ, നീ എന്താ ഇത്ര വേർക്കുന്നേ? ഈ ചാൻസ് എനിക്ക് നാളെ കിട്ടിയത് വരില്ല. യൂദ മേരിയോട് പറഞ്ഞു, ഈ തൈലമൊക്കെ ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നത് എന്തിനാ? മേരി മറുപടി പറഞ്ഞില്ല. മേരിയുടെ ഉള്ളു പറയുന്നു, ഈ ചാൻസ് എനിക്ക് നാളെ കിട്ടുകയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ യേശു അത് തന്നെ പറഞ്ഞു, നിനക്ക് ദരിദ്രന്മാരെ നാളെ കിട്ടും, എന്നാൽ എന്നെ എപ്പോഴും കിട്ടുകയില്ല. മാർത്തയും മേരിയും അവർക്കുള്ളതിൽ ഏറ്റവും ബെസ്റ്റ്, ഞാൻ വാക്യങ്ങൾ വായിപ്പിക്കാതെ പറയുക, അവർക്കുള്ളതിൽ ഏറ്റവും നല്ലത് കർത്താവിന് വേണ്ടി ചെയ്തു. അവർക്ക് ചെയ്യാൻ മേലാത്തൊരു കാര്യം അവിടെ ഉണ്ടായി. അതവരുടെ ആങ്ങളയുടെ മരണമാണ്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അവർക്ക് ചെയ്യാൻ കഴിയാത്തത് വന്നപ്പോൾ കർത്താവ് അത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്തു. രണ്ട് കൈകളും ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. മൂന്നാമതൊരാളെ കൂടെ കാണിക്കാം. ഒന്നാമത് അബ്രഹാം, രണ്ടാമത് മാർത്ത, മൂന്നാമത് റാഹാബ് എന്ന വേശ്യ. എനിക്ക് ആ പേര് പറയുന്നത് ഇഷ്ടമല്ല, പക്ഷെ ബൈബിളിൽ അങ്ങനെ ഉള്ളത് കൊണ്ട് പറയുകയാണ്. സമയം ലാഭിക്കാൻ വേണ്ടി ഒറ്റ വാക്യം, യോശുവ 6:25. യെരിഹോവിനെ ഒറ്റുനോക്കുവാൻ അയച്ച ദൂതന്മാരെ രാഹാബ് എന്ന വേശ്യ ഒളിപ്പിച്ചതുകൊണ്ട് യോശുവ അവളെയും അവളുടെ പിതൃഭവനത്തെയും അവൾക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ചു. ആമേൻ. അവൾ ഇന്നുവരെയും ഇസ്രായേലിൽ പാർക്കുന്നു. ആ ദേശത്തുള്ള മുഴുവൻ പേരും പോയി, മരിച്ചുപോയി. ഇവൾ മാത്രം ഇസ്രയേലിൻ്റെ കൂടെ ജീവിക്കുക. എന്താ കാരണം? യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 1 വായിച്ചോ. അനന്തരം നൂൻ്റെ മകനായ യോശുവ രഹസ്യമായി ഒറ്റുനോക്കേണ്ടതിന്
ശിത്തീമിൽ നിന്ന് 2 പേരെ അയച്ചു. നിങ്ങൾ പോയി ദേശവും യെരിഹോ പട്ടണവും നോക്കി വരുവീനെന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട രാഹാബ് എന്നു പേരുള്ള ഒരു വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാർത്തു. ഇസ്രായേൽ മക്കളിൽ ചിലർ ദേശത്തെ ശോധന ചെയ്യുവാൻ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നു എന്ന് യെരിഹോ രാജാവിന് അറിവ് കിട്ടി. യെരിഹോ രാജാവ് രാഹാബിൻ്റെ അടുക്കൽ ആളയച്ചു, നിന്റെ അടുക്കൽ വന്ന് വീട്ടിൽ കയറിയിരിക്കുന്ന മനുഷ്യരെ പുറത്തിറക്കി തരിക, അവർ ദേശമൊക്കെയും ഒറ്റുനോക്കുവാൻ വന്നവരാകുന്നു എന്ന് പറയിച്ചു. ആ സ്ത്രീ അവരെ 2 പേരെയും കൂട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട്, അവർ എൻ്റെ അടുക്കൽ വന്നിരുന്നു എങ്കിലും എവിടുത്തുകാർ എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇരുട്ടായപ്പോൾ പട്ടണവാതിൽ അടയ്ക്കുന്ന സമയത്ത് അവർ പുറപ്പെട്ടു പോയി. എവിടേക്ക് പോയി എന്ന് ഞാൻ അറിയുന്നില്ല. വേഗത്തിൽ അവരുടെ പിന്നാലെ ചെല്ലുവീൻ, എന്നാൽ അവരെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ അവൾ അവരെ വീട്ടിൽ മുകളിൽ കൊണ്ടുപോയി അവിടെ അടുക്കി വെച്ചിരുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചിരുന്നു. ആ ആളുകൾ യോർദാനിലേക്കുള്ള വഴിയായി കടവുകൾ വരെ അവരെ തിരഞ്ഞു ചെന്നവർ പുറപ്പെട്ട ഉടനെ പട്ടണവാതിൽ അടച്ചു. എന്നാൽ അവർ കിടപ്പാൻ പോകും മുമ്പേ അവൾ മുകളിൽ അവരുടെ അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞത്, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ധ്യാനിക്കണം. നമ്മളീ വരുന്നത് ഒരു ചടങ്ങിനല്ല, നമ്മുടെ അകത്ത് ബലം കിട്ടാനാണ്, അല്ലേ? വിശക്കുമ്പം ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന് ബലം കിട്ടാനാണ്. എന്നാൽ അകത്തെ മനുഷ്യനെ ബലം കിട്ടാനുള്ള വചനമായി പറയുന്നത്. യെരിഹോവിലെ ഒരു സഹോദരി, അവളുടെ ബാക്ക്ഗ്രൗണ്ട് മോശമാണ്. ഈ സ്വയനീതിക്കാർ രക്ഷപ്പെടുകയില്ല. അവൾ കുറ്റവാളിയാണെന്നും അവൾ കഴിവില്ലെന്നും അവൾ പോരായ്മയുണ്ടെന്നും നമുക്കറിയാം. പക്ഷേ അവൾക്ക് ഇസ്രായേലിൻ്റെ ദൈവത്തെപ്പറ്റി വെളിപ്പാട് കിട്ടി. ഇപ്പം പറഞ്ഞ വാചകം ഒന്നുകൂടെ വായിച്ചേ. യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. യെരിഹോ കരുത്തി പെണ്ണാ പറയുന്നത്. നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. കുറെ നാളായി ഞങ്ങൾ ഇത് കേട്ടിരിക്കുക. ചെങ്കടൽ വറ്റിച്ച ദൈവം നടത്തിക്കൊണ്ടുവരുന്ന ഒരു ജനം ഇവിടെ ഉണ്ട്. നിങ്ങളെ പറ്റിയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുകയാണ്. ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് ഞാൻ അറിയുന്നു. നോക്കൂ, ഇത് എന്നെ എനർജിയാണെന്നറിയാവോ? മറ്റൊരു പേടിച്ചാ വരുന്നത്. ഭയങ്കര കോടാനുകോടി രൂപയുടെ കോട്ടമതിലിനകത്ത് അവർ താമസിക്കുന്നത്. അവരോട് പറയുക, നിങ്ങളെ ഓർത്ത് പേടിച്ച് ഞങ്ങൾ മെന്റലി അങ്ങ് ഉരുകിക്കൊണ്ടിരിക്കുക. ഇത് കേൾക്കുമ്പോൾ ഒറ്റുനോക്കാൻ വന്നവർ ഡബിൾ ചാർജായി. മറ്റുള്ളവരെ ബലപ്പെടുത്തുകയാണ് അവളെ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യേണ്ടതാ. കാരണം രാജാവ് ആളെ വിട്ടു, അവരെ ഇനി ഇറക്കിത്തരാൻ പറഞ്ഞ്. അവൾ ജീവൻ പണയം വെച്ചിട്ട് അവരെ രക്ഷിച്ചു. അങ്ങനെയല്ലേ? അവൾ ജീവൻ പണയം വെച്ചിട്ട് പറഞ്ഞു, അവിടെ ഈ ചണനൂലിൻ്റെ ബിസിനസ്സാണ് അവൾക്ക്. അതിൻ്റെ ഗോഡൗണാണ് ഈ മോളിൽ, ഏറ്റവും മോളിൽ ടെറസിൽ. അവിടെ കൊണ്ടുവന്ന് ആ ചണനൂലിൻ്റെ അടി കിടത്തി. എന്നാ സ്മാർട്ടാണ് ആ ലേഡിയെന്ന് നോക്കിയേ. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഏറ്റു. അവിടെ കിടത്തേച്ച് വന്ന പോലീസിനോട് CID പറഞ്ഞു, ഇവിടെ വന്നായിരുന്നു, പക്ഷെ അവർ പോയി. ഇതിനെല്ലാം അവളെ ധൈര്യപ്പെടുത്തി എന്നാന്നറിയോ? നിങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് എനിക്കറിയാം. ഇത്രയും നന്നായി അവൾ ചെയ്തതുകൊണ്ട് ആ മതിലിൻ്റെ മുകളിലിരുന്ന ഒറ്റ വീടിനെ രക്ഷിച്ചു. എനിക്കറിയത്തില്ല അത് എങ്ങനെയാന്ന്. അവിടെ മാത്രം ഇടിഞ്ഞില്ലായിരിക്കും അല്ലേ? മതിൽ മുഴുവൻ ഇടിഞ്ഞു പോയി. അവിടെ മാത്രം ഇങ്ങനെയൊക്കെ നിർത്തി. നിനക്ക് ചെയ്യാവുന്നത് ഏറ്റവും നന്നായി ചെയ്യുക. നിനക്ക് ചെയ്യാൻ കഴിയാത്തത് ദൈവം നിനക്ക് വേണ്ടിയും നിന്റെ തലമുറയ്ക്ക് വേണ്ടിയും ചെയ്യുമെന്ന് ഇന്ന് പകലിൽ പ്രവചിച്ചു പറയുന്നു. എഴുതി വെച്ചോ. ആരാധിക്കുന്നത് പൂർണ്ണ മനസ്സോടെ ചെയ്യണം. ഈ കേൾക്കുന്നത് നന്നായിട്ട് കേൾക്കണേ. എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ വേറൊരാളോട് ഇന്ന് ഇത് പറയണം. പാടുമ്പോൾ നന്നായിട്ട് പാടണം, കൈയടിക്കുമ്പോൾ നന്നായിട്ട് കൈയടിക്കണം, ആരാധിക്കുമ്പോൾ നന്നായിട്ട് ആരാധിക്കണം, അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷയിൽ ആരാധിക്കണം, ഇരിക്കുന്ന സ്ഥലം മറന്ന് ആരാധിക്കണം, സുവിശേഷം പറയുമ്പോൾ നന്നായി പറയണം.
അവൻ ആർക്കും കടക്കാരനല്ല. അവൻ നിനക്ക് ചെയ്യാൻ കഴിയാത്തത് നിനക്ക് വേണ്ടിയും നിന്റെ തലമുറയ്ക്ക് വേണ്ടിയും ഏറ്റവും നന്നായി ചെയ്യും. രാഹാബിനെ വിടുവിച്ചത് മാത്രമല്ല, വീട്ടിൽ ചെന്ന മത്തായി 1-ാം അധ്യായം വായിക്കണം. യേശുക്രിസ്തുവിന്റെ വംശാവലി പറഞ്ഞു വരുമ്പോ ഈ സഹോദരിയുടെ പേരുണ്ടെന്നേ. ആർക്കെങ്കിലും വാക്യ നമ്പർ ഓർമ്മയുണ്ടോ? മത്തായി എഴുതിയ സുവിശേഷം 5-ാം വാക്യം 1-ന്റെ ശൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് രൂത്തിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. സ്തോത്രം സ്തോത്രം സ്തോത്രം. വിശദമായി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് മറ്റു വാക്യങ്ങൾ അതിനെക്കുറിച്ച് വായിക്കാനുണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു.